Hi, hello friends. എല്ലാവർക്കും സഹാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിവിഷണൽ അക്കൗണ്ടിന്റെ സിലബസ് പരിചയപ്പെട്ടിരുന്നു. അതിൽ നമ്മൾ പ്രിലിംസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല അല്ലേ? എന്താണ് പ്രിലിംസിനും നമ്മൾ നേരത്തെ കാണിച്ച ഡീറ്റെയിൽഡ് സിലബസ് തന്നെയാണ് എക്സാമിന് വരുന്നത്. പക്ഷേ അത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് OMR ഷീറ്റിലായിരിക്കും നമ്മൾ അതിന്റെ എക്സാം എഴുതേണ്ടി വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഡീറ്റെയിൽഡ് സിലബസിൽ നമ്മൾ കാണിച്ച അതേ പോർഷൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്, പ്രിലിംസിലും വരുന്നത്. അതുപോലെ തന്നെ പുതുതായിട്ടൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ PSC നടത്തിയത് ഡിഗ്രി പ്രിലിംസിന്റെ കൂടെയായിരുന്നു ഡിവിഷണൽ അക്കൗണ്ടിന്റെയും പ്രിലിംസ്. പക്ഷേ ഇത്തവണ ഡിവിഷണൽ അക്കൗണ്ടന്റിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു എക്സാം പ്രിലിംസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സിലബസ് സെയിം തന്നെയാണ്, MCQ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദെൻ ഇനി നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ബുക്ക് കീപ്പിങ്ങിനെ പറ്റിയിട്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ ബേസിക് അക്കൗണ്ടിങ് ടേംസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അസറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ നടത്തിയിരുന്ന ആ ബിസിനസിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഹോട്ടൽ ബിസിനസ്, അതിൽ ക്യാപിറ്റൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ്, ആ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ന ഓണർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇനി അസറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ ബേസിക് ടേം ആണ് അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് അസറ്റ്? ഞാൻ ആ ഹോട്ടൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു ഇല്ലേ? ആ ക്യാഷിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ആ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലാൻഡും അതുപോലെ തന്നെ നമ്മളൊരു ബിൽഡിങ്ങും കുറച്ച് ഫർണിച്ചറും ഒക്കെ വാങ്ങിച്ചു. അതുപോലെ തന്നെ പിന്നെ വേറെ എന്ത് വാങ്ങിച്ചു? എനിക്ക് ആ ഹോട്ടൽ ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള കുറേ റോ മെറ്റീരിയൽസ് ഞാൻ വാങ്ങിച്ചു അല്ലേ? എന്താണ്? കുറേ അരിയും പച്ചക്കറിയും എന്തൊക്കെയോ കാര്യങ്ങൾ ഹോട്ടലിൽ വേണ്ടേ? നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കസേര വാങ്ങിച്ചു, പിന്നെ ഫാൻ സെറ്റ് ചെയ്തു, ലൈറ്റ് സെറ്റ് ചെയ്തു, അങ്ങനെ പല ഇന്റീരിയർ വർക്കും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതുപോലെ നമ്മുടെ ബിസിനസിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള എല്ലാ ഐറ്റത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം? വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് അസറ്റ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആ ഹോട്ടൽ ബിസിനസ്സിൽ എന്തൊക്കെയുണ്ട്? ഹോട്ടൽ ബിസിനസ്സിൽ ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ലാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ബിസിനസ് നിൽക്കുന്ന ഭൂമി, അതിന്റെ ബിൽഡിങ്, അതുപോലെ തന്നെ അവിടെ ഫർണിച്ചർ ഉണ്ട്, പിന്നെ അതുപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ആ ബിസിനസിന്റെ അസറ്റ് ആണ്. അപ്പൊ എന്താണ് അസറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാഷ് ഓർ എനി വാല്യുബിൾസ് ഓൺഡ് ബൈ ദ ബിസിനസ്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാല്? ക്യാഷോ അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള എന്തൊരു സാധനമായാലും ബിസിനസിന്റെ ഉടമസ്ഥാവകാശത്തിലുണ്ട് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ് എന്ന് മറന്നു പോകരുത്. അപ്പൊ ഇനി നമ്മൾ അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബിസിനസിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഐറ്റത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ്സ് ആർ ഇക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ എന്റർപ്രൈസ്. എന്താണ്? ഒരു എന്റർപ്രൈസിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഇക്കണോമിക് റിസോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി യൂസ്ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. എന്താണ്? അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ പണത്തിന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇക്കണോമിക് റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അസറ്റ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ് ലാൻഡ്. നമ്മൾ ഭൂമി വാങ്ങിച്ചു. എൻ്റെ ബിസിനസ് ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ ഞാനൊരു ഭൂമി വാങ്ങിച്ചു അല്ലേ? നമ്മൾ NHന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഭൂമി വാങ്ങിച്ചു. അത് നമ്മുടെ എന്താണ്? ലാൻഡ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. ദെൻ അതിനുശേഷം ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് പണിഞ്ഞു. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് എന്താണ്? ബിസിനസിന്റെ ഒരു അസറ്റ് ആണ്. ദെൻ ഞാൻ ഫർണിച്ചർ വാങ്ങിച്ചു അല്ലേ? കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ, അങ്ങനെ കുറേ ഫർണിച്ചർ വാങ്ങിച്ചു. അതും ബിസിനസിന്റെ അസറ്റ് ആണ്. ദെൻ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. എന്താണ്? ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അരിയുണ്ട്, പച്ചക്കറിയുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചില്ലേ? അതായത് മസാലകളുണ്ട്, അങ്ങനെ കുറേ പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയാം. പിന്നെ അതിനുശേഷം എൻ്റെ ബിസിനസ്സിലുള്ളതല്ല, വേറെ ഏതൊക്കെയോ ബിസിനസ്സിലുള്ള കുറച്ച് ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ വരാം, അസറ്റ്സിൽ വരാം. പിന്നെ അതുപോലെ തന്നെ ഗുഡ്വിൽ. എന്താണ് ഗുഡ്വിൽ എന്ന് നമുക്കൊന്ന് പറയാം. ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു 2 വർഷമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ബിസിനസ് അത്യാവശ്യം പേര് കേട്ട് തുടങ്ങി. അതായത് കസ്റ്റമേഴ്സ് വേറെ കസ്റ്റമേഴ്സിനെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ഇവിടുത്തെ ഫുഡ് നല്ലതാണ്, നല്ല ക്യാഷ്, അതായത് റീസണബിൾ പ്രൈസ് ആണ്, നല്ല ഫുഡാണ്, നല്ല ഹൈജീനാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോൾ കസ്റ്റമേഴ്സിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ വേറെ ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഇല്ല സ്ഥാപനത്തിൽ പോയാൽ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ പോയാൽ
നമുക്ക് നല്ല ഫുഡാണ് കിട്ടുന്നത്, അഫോർഡബിൾ പ്രൈസാണ്, നല്ല ക്ലീൻ ആണ്, നീറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒരു സൽപ്പേര് എനിക്ക് ക്രിയേറ്റ് ചെയ്തു. അതായത് അതുവഴി എനിക്ക് എന്താണ് പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതും എൻ്റെ ഒരു അസറ്റാണ്. എന്ത്? സൽപ്പേര് അല്ലെങ്കിൽ ഗുഡ് വില്ല് എന്ന് പറയുന്നത് എൻ്റെ ഒരു അസറ്റാണ്. മറന്നു പോകരുത്. എല്ലാ അസറ്റുകളും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആയിരിക്കില്ല. ഇതുപോലെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റും ഉണ്ട്. അതായത് സൽപ്പേര് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ വന്ന് നോക്കുമ്പോൾ എവിടെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അതിനും വാല്യൂ ഉണ്ട്. അതിനെയും നമ്മൾ അസറ്റ് എന്നാണ് പറയുന്നത്. അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഗുഡ് വില്ല്. അപ്പോൾ ഇതുപോലെയുള്ള സൽപ്പേരുകളും അതുപോലെ ട്രേഡ് മാർക്കും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും നമുക്ക് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുത്താം. അപ്പോൾ അസറ്റ് എന്താണ്? ക്യാഷ് ഓർ എനി വാല്യബിൾസ് ഓൺഡ് ബൈ ദ ബിസിനസ് ആണ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അസറ്റിനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അസറ്റ് പല പല കാറ്റഗറിയിലാണുള്ളത്. അസറ്റിനെ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് ആദ്യം ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ ഫിക്സഡ് ക്യാപിറ്റൽ പറഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നില്ലേ? എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് വിച്ച് ആർ അക്വയർഡ് ആൻഡ് എംപ്ലോയിഡ് ബൈ ദി ബിസിനസ് ഫോർ ലോങ്ങർ പീരീഡ്. എന്താണ്? ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആർ കോൾഡ് ഫിക്സഡ് അസറ്റ്. എന്താണ് പറഞ്ഞത്? ഇത്തരത്തിലുള്ള അസറ്റുകൾ നമ്മൾ വാങ്ങിക്കുന്നത് ദീർഘകാലത്തെ ഉപയോഗത്തിനാണ് എങ്കിൽ, എന്താണ്? ദീർഘകാലത്തെ ഉപയോഗത്തിന് വാങ്ങിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? നമ്മുടെ ബിസിനസ് ആ ഒരു അസറ്റ് വാങ്ങിച്ചിട്ട് ഒരുപാട് വർഷം ഇങ്ങനെ ഉപയോഗിക്കും അല്ലേ? അല്ലാണ്ട് തൊട്ടടുത്ത ദിവസം അത് വിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ഒരുപാട് വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ബിസിനസ്സിൻ്റെ വാല്യൂ ഉള്ള ഓണർഷിപ്പിലുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി ഫിക്സഡ് അസറ്റിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് അവ ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തേതാണ് ടാഞ്ചിബിൾ അസറ്റ്. എന്താണ്? ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് നോക്കാൻ കഴിയുന്നത് അല്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥവും. എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള, നമുക്ക് ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ കാണാനും ഫെൽറ്റ് ചെയ്യാനും പറ്റുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞത്. എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള, കാണാനും തൊടാനും ഫിസിക്കൽ എക്സിസ്റ്റൻസും അതുപോലെ തന്നെ വാല്യൂമുള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. എന്താണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞത്? എൻ്റെ ബിസിനസ് ആലോചിച്ച് നോക്കൂ. എൻ്റെ ബിസിനസ്സിന് ഒരു ഭൂമിയും അവിടെ ഒരു ബിൽഡിങ്ങും ഞാൻ പണിഞ്ഞു. അതെനിക്ക് എപ്പോൾ ചെന്ന് നോക്കിയാലും കണ്ടുകൂടെ? അതുകൊണ്ട് എൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ എനിക്ക് എന്തെന്ന് പറയാം? ഒരു ടാഞ്ചിബിൾ അസറ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്? ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് കുറേ മേശയും കസേരയും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റില്ലേ? അതുകൊണ്ട് തന്നെ അതിനെയും നമുക്ക് എന്തെന്ന് പറയാം? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. ഇതുപോലെ കാണാനും സ്പർശിക്കാനും ഫെൽറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ ആണ് ലാൻഡ്, ബിൽഡിംഗ്, അതുപോലെ തന്നെ ഫർണിച്ചർ. ഇവയൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്? ഇത്തരത്തിലുള്ള അസറ്റിന് വാല്യൂ ഉണ്ട്, പക്ഷേ അവയെ നമുക്ക് കാണാനോ തൊടാനോ വന്ന് നോക്കുന്ന സമയത്ത് ദാ ഇരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. അത്തരത്തിൽ കാണാനും തൊടാനും പറ്റാത്ത ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞത്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? ഇവയും അസറ്റ് തന്നെയാണ്, ഇവയ്ക്ക് വാല്യൂം ഉണ്ട്, പക്ഷേ ബിസിനസ്സിൽ കാണാനോ തൊടാനോ ഫിസിക്കൽ എക്സിസ്റ്റൻസോ ഇല്ലാത്തതായിട്ടുള്ള അസറ്റുകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ബിസിനസ് കുറച്ച് അറിയപ്പെട്ടു തുടങ്ങി, അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് എനിക്ക് വരുന്നുണ്ട്, എനിക്ക് നല്ല പേരാണ് പുറത്ത്. അങ്ങനെയാണെങ്കിൽ അതെന്തെന്ന് പറയാം? അതിന് നമ്മൾ പറഞ്ഞ പേരായിരുന്നു ഗുഡ് വിൽ എന്ന്. അപ്പോൾ ആ ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. കാരണം എന്താ? എനിക്കൊരാൾ വരുമ്പോൾ നാണ്ട് എനിക്ക് 5000 രൂപയുടെ ഗുഡ് വിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട്, ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് എനിക്ക് ഉണ്ടായത് കൊണ്ട് എൻ്റെ ബിസിനസ്സിൻ്റെ സെയിൽസ് കൂടുന്നുണ്ട് അല്ലേ? എൻ്റെ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂടുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഒക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്ന എൻ്റെ ബിസിനസ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്, പക്ഷെ അതിന് കാണാനോ തൊടാനോ ഒന്നും പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയുള്ള ഐറ്റമാണ് പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്. ഇങ്ങനെയൊക്കെ വരുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളിപ്പോൾ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അതായത് പുതിയ ഇന്നവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരാളുടെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഭവം കണ്ടുപിടിച്ചു. ആ സംഭവം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് നമ്മൾ എന്താണ് ഇത് ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം കൊടുക്കുന്നു. അതിന് പകരമായിട്ട് ഇവർ നമുക്ക് എന്ത് തരുന്നു? ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു എമൗണ്ട് തരുന്നു. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. പുസ്തകങ്ങളൊക്കെ അച്ചടിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു വ്യക്തി എഴുതിയ പുസ്തകം വേറെ പബ്ലിക്കേഷൻസ് അച്ചടിച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നു? കോപ്പി റൈറ്റ് ആയിട്ട് ഇത്ര എമൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ആ കോപ്പി റൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് അയാളുടെ സ്കില്ല് അല്ലെങ്കിൽ ന്യൂ ഇന്നവേഷൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തപ്പെട്ടതാണ് അല്ലേ. അങ്ങനെ എന്താണ് നമുക്ക് കാണാനോ തൊടാനോ ഒക്കെ പറ്റാത്ത അസറ്റുകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറയാണ് വാസ്റ്റിംഗ് അസറ്റ്. എന്താണ് വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്? Asset which are get exhausted to the extent of extraction are called wasting asset. എന്താണ്? നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കും തോറും തീർന്നു പോകുന്ന അല്ലെങ്കിൽ എന്താണ് എക്സോസ്റ്റ് ആയി പോകുന്ന അസറ്റുകളെയാണ് നമ്മൾ വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ പാറമടയൊക്കെ കണ്ടിട്ടില്ലേ? ബിസിനസിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഒരു പാറമട ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ആ പാറമടയിൽ നിന്ന് നമ്മൾ പാറ എടുക്കും തോറും എന്താണ് അത് തീർന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? കുറേ നാൾ കഴിയുമ്പോഴത്തേനും പിന്നെ അവിടെ നമുക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ ആ പാറ ഇങ്ങനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കും തോറും തീർന്നു പോകുന്ന അസറ്റുകളെ നമുക്ക് എന്തെന്ന് പറയാം? വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറയാം. എന്താണ്? എക്സ്ട്രാക്ട് ചെയ്യും തോറും എക്സോസ്റ്റ് ആയി പോകും. അതായത് ഇങ്ങനെ ഖനനം ചെയ്യും തോറും തീർന്നുകൊണ്ടിരിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞത്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? മൈൻസ്, കോറീസ്, ഓയിൽ ഫീൽഡ്, എന്താണ് എണ്ണപ്പാടങ്ങളൊക്കെ ഇല്ലേ? എണ്ണ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും തോറും എന്ത് ചെയ്യും? അത് തീർന്നു പോകും അല്ലേ. അത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും തോറും തീർന്നു പോകുന്ന അസറ്റുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? വാസ്റ്റിംഗ് അസറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വാസ്റ്റിംഗ് അസറ്റ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഫിക്ടീഷ്യസ് അസറ്റ്. എന്താണ്? പേരൊന്ന് ഓർത്തിരിക്കുക, ഫിക്ടീഷ്യസ് അസറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമ്മൾ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. എൻ്റെ ബിസിനസ് കുറച്ച് ഡെവലപ്പായി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ചുകൂടെ ഒന്നറിയണം. അതായത് നമുക്കിങ്ങനെ ഡെവലപ്പ് ആവും തോറും ബിസിനസ്സുകാരുടെ ആഗ്രഹം എന്താണ്? കുറച്ചുകൂടെ വലുതാകണം എന്നല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബിസിനസ്സിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പം ഞാനൊരു സെലിബ്രിറ്റിയെ വിളിച്ചിട്ടാണ് അഡ്വർടൈസിങ് ചെയ്തത്. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് വലിയൊരു എക്സ്പെൻസ് ആയി. അതായത് സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കുമ്പോൾ നമുക്കറിയാലോ നല്ല എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. ഞാനൊരു വലിയ എമൗണ്ട് ആണ് സെലിബ്രിറ്റിക്ക് കൊടുത്ത് എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയത്. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ എൻ്റെ അക്കൗണ്ട്സ് എഴുതുന്ന സമയത്ത് എനിക്കൊരു എക്സ്പെൻസ് ഉണ്ടായല്ലോ. നോർമലി നമ്മൾ എക്സ്പെൻസുകൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് അല്ലേ. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻകവും എക്സ്പെൻസും തമ്മിൽ താരതമ്യം ചെയ്താണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വലിയൊരു എക്സ്പെൻസ് എൻ്റെ എക്സ്പെൻസായിട്ട് കാണിച്ച് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ എനിക്ക് ആ വർഷം ഭയങ്കര വലിയൊരു ലോസ് ആയിരിക്കും എൻ്റെ ബിസിനസ് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിങ്ങിലൂടെ എനിക്ക് കിട്ടുന്നത് വലിയൊരു ലോസ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാവുന്ന ഒരു പ്രക്രിയ എന്താണ്? എനിക്ക് ആ എക്സ്പെൻസിനെ ഓരോ വർഷങ്ങളായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഈ ഒരു എക്സ്പെൻസ് വഴി എനിക്ക് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് ആ ഒരു വർഷത്തേക്ക് മാത്രമാണോ? അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്നൊരു റവന്യൂ ഏൺ ചെയ്യുന്നത് ആ ഒരു വർഷത്തിൽ മാത്രമാണോ? അല്ല, ഈ ഒരു പരസ്യം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ വർഷങ്ങളോളം എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടൂലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വർഷങ്ങളോളം എന്ത് ചെയ്യാം? ആ എക്സ്പെൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ബിസിനസ്സിന് ആ ഒരു എക്സ്പെൻസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എത്രയാണ്? ഒരു 10 ലക്ഷം രൂപയാണ് ആയത് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ഓക്കെ 10 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയത്. എനിക്ക് 10 ലക്ഷം രൂപ ഒറ്റ വർഷം തന്നെ എക്സ്പെൻസ് കാണിക്കുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ലോസ് ആവുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആ ഒരു വർഷത്തേക്ക് മാത്രമല്ലെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു? ഈ 10 ലക്ഷം എന്നുള്ളത് 10 വർഷത്തേക്കായിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാവുമ്പം ഒരു വർഷത്തിൽ എനിക്ക് എത്ര രൂപ എക്സ്പെൻസ് കാണിച്ചാൽ മതി? 1 ലക്ഷം രൂപ എക്സ്പെൻസ് കാണിച്ചാൽ മതി അല്ലേ. 1 ലക്ഷം രൂപ എക്സ്പെൻസ് കാണിച്ചാൽ മതി. തൊട്ടടുത്ത വർഷവും 1 ലക്ഷം കാണിക്കാം. അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേരിൽ 1 ലക്ഷം കാണിക്കാം. അങ്ങനെ 10 വർഷമായിട്ട് ഞാനിതിനെ
റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ദെൻ നമ്മൾ അറിയേണ്ട കാര്യം, ഈ 1 ലക്ഷം രൂപ ഞാൻ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി ആദ്യത്തെ വർഷത്തെ കാര്യമാണ് പറയുന്നത്. 10 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം ഞാൻ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു, ബാക്കി എത്രയുണ്ട്? ഒരു 9 ലക്ഷം ഇല്ലേ? അത് ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ അസറ്റ് ആയിട്ട് കാണിക്കണം. കാരണം എന്താ, 9 ലക്ഷം പിന്നെ നമ്മുടെ ബിസിനസ്സിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ 9 ലക്ഷത്തെ, അതായത് റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷൻ, നമ്മുടെ ആ ഒരു ഹെവി എക്സ്പെൻഡിച്ചറിൽ റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷൻ ഞാനൊരു അസറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ആ അസറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇത് ഏത് ഹെഡിലാണ് വരുന്നത്? ഫിക്റ്റീഷ്യസ് അസറ്റിന്റെ ഹെഡിലാണ് വരുന്നത്. എന്താണ്? ഫിക്റ്റീഷ്യസ് അസറ്റ്. കാരണം എന്താണ്? അത് ഫിക്റ്റീഷ്യസ് ആണ്. ഇങ്ങനെ ഒരു അസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ബിസിനസ്സിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു അസറ്റ് ഇരിപ്പുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഈ 9 ലക്ഷം എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റിന്റെ പ്രത്യേകത എന്താണ്? റിയൽ വാല്യൂ ഇല്ല. എന്താണ്? നോ റിയൽ വാല്യൂ. അതുപോലെ തന്നെ എന്തും ഇല്ല, ഫിസിക്കൽ എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റുകയുമില്ല. പക്ഷെ അതിന് സ്ഥാനമുണ്ട്. എവിടെ? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അതിന് സ്ഥാനമുണ്ട്. എന്തിനു വേണ്ടി? എങ്ങനെയാണ് അതിന് സ്ഥാനം വന്നത്? ചില ടെക്നിക്കൽ റീസൺസ് കാരണം നമ്മൾ അതിനെ അസറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ. എന്താണ്? ഇത്തരത്തിലുള്ള അസറ്റിന് റിയൽ വാല്യൂ ഇല്ല. പക്ഷേ ദീസ് ആർ ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺ. എന്താണ്? ചില ടെക്നിക്കൽ റീസൺസ് കാരണം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടി വരും ഇതൊരു അസറ്റ് ആണ് എന്ന്. പക്ഷെ അതിന് യഥാർത്ഥത്തിൽ റിയൽ വാല്യൂ ഉണ്ടോ? ഇല്ല. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ദീസ് അസറ്റ്സ് ആർ നോട്ട് ടച്ചഡ് ഓർ സീൻ. എന്താണ്? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടച്ച് ചെയ്യാനോ സീൻ ചെയ്യാനോ അതുപോലെ തന്നെ വാല്യൂ ഇല്ലാത്ത അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടെക്നിക്കൽ റീസൺ കാരണം, ഇവിടുത്തെ ടെക്നിക്കൽ റീസൺ എന്തായിരുന്നു? എനിക്ക് ഈ ഒരു 10 ലക്ഷവും കൂടി എൻ്റെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ ആ ബിസിനസ് ലാഭമല്ല നഷ്ടമാണ് എന്ന് കാണിക്കും. ആ റീസൺ കാരണമാണ് ഞാൻ അതിനെ എന്ത് ചെയ്തത്? കുറേശ്ശായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷനാണ് ഞാൻ എടുത്ത് എവിടെ കാണിച്ചത്? എൻ്റെ അസറ്റ് ആയിട്ട് ഫിക്റ്റീഷ്യസ് അസറ്റിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള ടെക്നിക്കൽ റീസൺസ് കാരണം അസറ്റ് ആകുന്ന അല്ലെങ്കിൽ അസറ്റായിട്ട് വെക്കേണ്ടി വരുന്ന അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റ് വിൽ ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ റീസൺ ഇഫ് ദേ ആർ നോട്ട് റിയൽ അസറ്റ്. എന്താണ്? ഇത് റിയൽ അസറ്റ് ഒന്നും അല്ല, ഈ പറഞ്ഞ ടെക്നിക്കൽ റീസൺ കാരണം നമ്മൾ ഒരു അസറ്റായിട്ട് കൺസിഡർ ചെയ്യാണ്. അത്തരത്തിലുള്ള അസറ്റിനെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? ഫിക്റ്റീഷ്യസ് അസറ്റ്. എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. പ്രിലിമിനറി എക്സ്പെൻസ്. എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ്? പ്രാരംഭ ചിലവുകൾ എന്ന് പറയില്ലേ. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് നിന്ന് ഒരു ഇൻകം കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് കുറേ എക്സ്പെൻസ് ആവും അല്ലേ. അങ്ങനെ കുറേ എക്സ്പെൻസുകൾ ആകുന്നതിനെ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബിസിനസ്സിനുണ്ടാവുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് ഇതുപോലെ തന്നെയാണ്. കുറച്ച് വലിയ എമൗണ്ട് ആയിരിക്കും. അതെടുത്ത് കൊണ്ടുപോയി നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ എന്താണ്? നമുക്കത് നഷ്ടമായിരിക്കും വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ് നമ്മൾ ഇതുപോലെ റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല വർഷങ്ങളായിട്ട് റൈറ്റ് ഓഫ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്തെന്ന് പറയാം? അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പറയാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. നമ്മൾ ബിസിനസ് ഷെയറും ഡിബഞ്ചറും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ. എന്താണ്? ഷെയറോ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടിന് നമുക്ക് എന്തെന്ന് പറയാം? ഫിക്റ്റീഷ്യസ് അസറ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. എന്താണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ? ഇതുപോലെ നമ്മൾ ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന കമ്മീഷനെയാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. ജസ്റ്റ് പേര് മാത്രം ഇപ്പോൾ പറഞ്ഞിരുന്നാൽ മതി. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് പറയും. അപ്പോൾ എക്സാമ്പിളിൽ ഒരു പേരായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ വന്നാൽ അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഹ്യൂജ് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെന്റ്. എന്താണ്? അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന വലിയ വലിയ എക്സ്പെൻസുകൾ നമുക്ക് എന്തായിട്ട് പറയാം?
ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫിക്സഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയായിരുന്നു? ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വാസ്റ്റിംഗ് അസറ്റ്, അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇത്രയാണ് ഫിക്സഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് അസറ്റുകൾ ആദ്യം നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. എന്താണ്? ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. അതിൽ ഫിക്സഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് കറണ്ട് അസറ്റിലേക്ക് പോകാം. ഓക്കെ, എന്താണ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. എന്താണ്? within a short period of time, normally less than 1 year. Normally less than 1 year. എന്താണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് പീരീഡ് ആണ്. ആ ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 1 ഇയർ ആണ്. 1 ഇയറിനുള്ളിൽ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം? ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന അസറ്റുകളെ നമുക്ക് എന്തെന്ന് പറയാം? കറണ്ട് അസറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോൾ എൻ്റെ ഹോട്ടൽ ബിസിനസ്സിൽ ഞാൻ ആപ്പിൾ ജാം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ ഹോട്ടൽ ബിസിനസ്സല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് ആപ്പിൾ ജാം ഉണ്ടാക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ആപ്പിളൊന്നും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം എന്താണ്? ആപ്പിൾ മരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു എസ്റ്റേറ്റിൽ ആപ്പിൾ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ആപ്പിളുണ്ട്. ആ ആപ്പിളാണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജാം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ആപ്പിൾ ട്രീയെ നമുക്ക് എന്തെന്ന് പറയാം? ഫിക്സഡ് അസറ്റ് എന്നും അതിൽ നിന്ന് കിട്ടുന്ന ആപ്പിൾസിനെ നമുക്ക് കറണ്ട് അസറ്റ് എന്നും പറയാം. എന്താണ് കാരണം? ഈ ആപ്പിൾ മരങ്ങൾ ഞാൻ വെക്കുന്നത് ഒരു വർഷം എനിക്ക് ആപ്പിൾ കിട്ടിയാൽ മതി, അത് കഴിഞ്ഞിട്ട് ഞാൻ മുറിച്ച് കളയാണോ ചെയ്യുന്നത്? അല്ല, അത് കുറേ നാൾ, ചിലപ്പോൾ ഒരു 10-20 വർഷം അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ആപ്പിൾ കിട്ടും, ഇല്ലേ? അപ്പോൾ അതെൻ്റെ ഒരു ഫിക്സഡ് അസറ്റാണ്. ആപ്പിൾ മരം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫിക്സഡ് അസറ്റാണ്. ദെൻ ഇതിൽ നിന്ന് കിട്ടുന്ന ആപ്പിൾ, അതായത് ഒരു സീസണിൽ നമുക്ക് ആപ്പിൾ കിട്ടുമല്ലോ. ആ സീസണിൽ കിട്ടുന്ന ആപ്പിൾ ഞാൻ 10 വർഷത്തേക്ക് വെച്ചേക്കുമോ? എല്ലാ വർഷവും കുറച്ച് എടുക്കാമെന്ന് പറഞ്ഞ് 10 വർഷത്തേക്ക് വെച്ചേക്കോ? ഇല്ല, ഞാൻ അതിനെ പ്രോസസ്സ് ചെയ്ത് ജാമാക്കി ഒരു വർഷത്തിനുള്ളിൽ വിറ്റഴിക്കൂലേ? വിറ്റഴിച്ച് ഞാൻ ക്യാഷ് ആക്കും. അപ്പോൾ ഈ ആപ്പിളിനെ ഞാൻ എന്താക്കും? പ്രോസസ്സ് ചെയ്ത് ജാമാക്കി വിറ്റ് ക്യാഷ് ആക്കൂലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിളിനെ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു കറണ്ട് അസറ്റ് ആണ്. കാരണം എന്താ? ആ ആപ്പിള് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം ലെസ് ദാൻ 1 ഇയർ ആണ്. അപ്പോൾ ട്രീ എന്താണ്? ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷം നമുക്ക് അതിൽ നിന്ന് എന്തുണ്ട്? ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ വർഷം നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് എന്താണ്? 1 ഇയറിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് കറണ്ട് അസറ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ കറണ്ട് അസറ്റിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ക്യാഷ് എപ്പോഴും ഒരു കറണ്ട് അസറ്റ് ആയിരിക്കും. കാരണം എന്താണ്? നമുക്കതിനെ 1 ഇയറിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലല്ലേ? ഓൾറെഡി അത് ക്യാഷ് ആയിട്ടാണ് കിടക്കുന്നത്. ദെൻ അതിനുശേഷം ക്യാഷ് അറ്റ് ബാങ്ക്, അതായത് നമ്മൾ ബിസിനസ്സിന്റെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ തുടങ്ങി ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടും, അല്ലേ? ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബാങ്കിൽ കിടക്കുന്ന പൈസ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ബിസിനസ്സുകാർ കറണ്ട് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ആ പൈസ നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? എപ്പോൾ വേണമെങ്കിലും കൺവേർട്ട് ആയിട്ട് ക്യാഷ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കസ്റ്റമറിനെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സെയിൽസ് ഒക്കെ നടത്തുന്ന സമയത്ത് ചില നല്ല കസ്റ്റമേഴ്സ്, അതായത് നമുക്ക് വിശ്വാസമുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? കടമായിട്ട് കൊടുക്കും, അല്ലേ? അങ്ങനെ കടമായിട്ട് കൊടുത്തിട്ട് അയാൾ പിന്നെ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ച് നമ്മുടെ ബിസിനസ്സിലേക്ക് വരത്തോളോ ആ പൈസ തരാൻ വേണ്ടിയിട്ട്? അല്ല, അയാൾ ചിലപ്പം ഒരാഴ്ചക്കുള്ളിൽ തരും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തരും, അതും അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിലൊക്കെ തരും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ അയാൾ, അതായത് സാധനം വാങ്ങിച്ചിട്ട് പൈസ തരാത്ത വ്യക്തി, അയാളെ നമ്മൾ വേറൊരു പേര് പറയും. അത് നമ്മൾ അങ്ങോട്ടുള്ള ക്ലാസ്സിൽ പറയും, അതായത് തൊട്ടടുത്ത് തന്നെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് പൈസ തരാനുണ്ട് എങ്കിൽ അവർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൈസ തരും. അതുകൊണ്ട് തന്നെ അതും നമ്മുടെ ഒരു കറണ്ട് അസറ്റ് ആണ് എന്ന് പറയാം. ദെൻ അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് പറയുന്നത്. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനം വിൽക്കാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയിരിക്കുന്ന അസറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ട്, അല്ലേ? ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ്, നമ്മുടെ ബിസിനസ്സിൽ ബാക്കിയിരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മുടെ ഒരു അസറ്റാണ്. അത് കറണ്ട് അസറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്?
തൊട്ടടുത്ത വർഷം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തും, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വിറ്റഴിക്കും അല്ലേ. അല്ലാണ്ട് അതും അടുത്ത വർഷം കഴിയട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം വിൽക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കുമോ? ഇല്ല, കാരണം എക്സ്പയർ ഒക്കെ ഇല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം അതായിരിക്കും വിറ്റഴിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കും എന്തായിട്ട് കൺവേർട്ട് ആവും, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആകും. അപ്പോൾ വിത്തിൻ 1 ഇയറിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈബിലിറ്റീസ് ആണ്. എന്താണ് ലൈബിലിറ്റീസ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബാധ്യത എന്നാണ്. അതായത് ബിസിനസ് ആരോടൊക്കെയാണോ കടപ്പെട്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ബിസിനസിന്റെ ലൈബിലിറ്റി എന്ന് പറഞ്ഞത്. എന്താണ്? ലൈബിലിറ്റീസ് ആർ ദി ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഓഫ് ദി ബിസിനസ് ടു ദി ഔട്ട്സൈഡ് പാർട്ടീസ്. എന്താണ്? പുറത്തുള്ള ഒരാൾക്ക് ബിസിനസ് എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിനൊരു ഒബ്ലിഗേഷൻ ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ലൈബിലിറ്റി എന്ന് പറഞ്ഞത്. എന്താണ്? ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. ആർക്ക് കൊടുക്കാനുണ്ട്? ഔട്ട്സൈഡ് പാർട്ടീസിന് കൊടുക്കാനുള്ള ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനെയാണ് നമ്മൾ ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദി പ്രൊപ്രൈറ്റർ ഓർ ഓണേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം എഗനസ്റ്റ് ദി ബിസിനസ്. എന്താണ്? ഒന്നെങ്കിൽ ഇത് പ്രൊപ്രൈറ്ററിന് കൊടുക്കാനുള്ളതാവാം, പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ, രണ്ടും ഒന്നാണ്. പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ. ഓണറിന് കൊടുക്കാനുള്ളത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓണറിന് കൊടുക്കാനുള്ളത് ക്യാപിറ്റൽ ആണല്ലേ. ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഓണർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററിന് കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ആർക്കാണ്? ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ആർക്കായാലും ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് ലൈബിലിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്നെങ്കിൽ ബിസിനസിന്റെ ഓണർക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് പാർട്ടീസിനായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ദ എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓസ് ടു ദി അതേഴ്സ്. എന്താണ്? ബിസിനസ് ആരൊക്കെയാണ് കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള ആർക്കാണോ ബിസിനസ് കൊടുക്കാനുള്ളത് ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞത്. ഇനി ലൈബിലിറ്റീസിന് നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഷോർട്ട് ടേം ലൈബിലിറ്റീസും അതുപോലെ തന്നെ ലോങ് ടേം ലൈബിലിറ്റീസും. അസറ്റ് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തില്ലേ, ഷോർട്ട് ടേം അസറ്റും ലോങ് ടേം അസറ്റും, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. അതുപോലെ തന്നെ ക്യാപിറ്റലും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലേ, ലോങ് ടേം ക്യാപിറ്റലും ഷോർട്ട് ടേം ക്യാപിറ്റലും. അപ്പോൾ ഇവിടെ നമ്മൾ ലൈബിലിറ്റീസ് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവിടെയും എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ ഊഹിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലൈബിലിറ്റീസ് നമ്മൾ 2 തരത്തിലാണ് പറഞ്ഞത്, ലോങ് ടേം ലൈബിലിറ്റിയും പിന്നെന്താണ്, ഷോർട്ട് ടേം ലൈബിലിറ്റിയും. ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. നമുക്ക് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നും കൂടെ എന്തിനെ അറിയാം, ലൈബിലിറ്റീസിനെ അറിയാം. അപ്പോൾ ലോങ് ടേം ലൈബിലിറ്റി എന്താണെന്നും ഷോർട്ട് ടേം ലൈബിലിറ്റി എന്താണെന്നും നമുക്ക് പറയുന്നതിന് മുന്നേ ഈ ലൈബിലിറ്റീസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. എന്തൊക്കെയാണ് ലൈബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ലോൺസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താണ് ക്രെഡിറ്റേഴ്സ് എന്നറിയാമോ? അതായത് നമ്മുടെ ബിസിനസ്, എൻ്റെ ഹോട്ടൽ ബിസിനസ്സിൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ, ഗുഡ്സ് വേണ്ടി വരും അല്ലേ, സാധനങ്ങൾ എനിക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അരിയുടെ കാര്യം, നമ്മൾ ഹോട്ടൽ ബിസിനസ് അല്ലേ, അരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ടൺ കണക്കിന് അരി വാങ്ങിച്ചു വെക്കണം അല്ലേ, അരിയുടെ ചാക്കുകൾ ഇങ്ങനെ വാങ്ങിച്ചു വെക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും അങ്ങ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം ഒരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എൻ്റെ സപ്ലയർ എനിക്ക് കടത്തിന് തരാൻ അനുവദിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ സാധനങ്ങൾ കടത്തിനാണ് എൻ്റെ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എങ്കിൽ, അങ്ങനെ വാങ്ങിച്ചാൽ എന്താണ്, ഞാൻ അയാൾക്ക് പൈസ കൊടുക്കണം. അപ്പം അദ്ദേഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ക്രെഡിറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ്, അദ്ദേഹത്തെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ, എനിക്ക് സാധനങ്ങൾ കടത്തിന് തന്ന സപ്ലയറെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്, ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടന്നത്. അപ്പോൾ സാധനങ്ങൾ കടത്തിന് വാങ്ങിക്കുകയാണ് എങ്കിൽ ആ കടത്തിന് സാധനങ്ങൾ തന്ന സപ്ലയറെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ. എന്താണ് ബിൽസ് പേയബിൾ? ഞാൻ ഇതുപോലെ സാധനങ്ങൾ കടത്തിന് വാങ്ങിക്കാൻ ചെന്നു. അപ്പോൾ എന്താണ്, അദ്ദേഹം പറയുകയാണ് ഇത്രയും വലിയ എമൗണ്ട് അല്ലേ, ഒരു ബില്ല് എഴുതി തന്നിട്ട് കൊണ്ടുപോക്കോ, ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്കത് പറ്റത്തില്ല, നിങ്ങളൊരു ബില്ല് എഴുതി തന്നിട്ട് കൊണ്ടുപോക്കോ എന്ന് പറയൂലേ.
പൈസ പിന്നെ തന്നാൽ മതി, അതിന് ഓരോരു ബില്ല് എഴുതി ഇങ്ങ് തരാൻ പറയും. അങ്ങനെ ബില്ല് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബില്ലിലുള്ള ഡേറ്റ് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിനകത്തുള്ള പൈസ അദ്ദേഹത്തിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അതിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഒരു ലയബിലിറ്റി ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം പറയുന്നു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ബിസിനസ് ബാങ്കിൽ അക്കൗണ്ട് എടുത്തു. അതിനുശേഷം നമ്മൾ നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ ബാങ്ക് നമുക്കൊരു ഫെസിലിറ്റി ചെയ്ത് തരും. എന്താണ്? ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആവശ്യ സാഹചര്യത്തിൽ എടുത്തുകൊള്ളാൻ പറയും. അതായത് ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ ഒരു 1 കോടി രൂപ ഉണ്ടായിരുന്നു, 1 crore rupees ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു. നമുക്ക് ബിസിനസ്സുകാരല്ലേ, എപ്പോൾ വേണമെങ്കിലും പൈസയ്ക്ക് ആവശ്യം വരാം. എനിക്കൊരു 1,10,00,000 രൂപയുടെ ആവശ്യം വന്നു. പക്ഷേ ഞാൻ അക്കൗണ്ടിൽ നോക്കിയ സമയത്ത് എനിക്ക് 1 കോടിയേ ഉള്ളൂ, ഒരു 10,00,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കുറവുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിനോട് പറയാണ് എനിക്കൊരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അനുവദിച്ച് തരണം. അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ 1 കോടി ഉണ്ട്, പക്ഷേ ബാങ്ക് എന്ത് ചെയ്യും, 1,10,00,000 രൂപ വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി എനിക്ക് തരും. അങ്ങനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10,00,000 രൂപ ഞാൻ പിന്നെ ആർക്ക് തിരിച്ചു കൊടുക്കണം, ബാങ്കിന് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതെൻ്റെ ഒരു ലയബിലിറ്റിയാണ്. തിരിച്ചു കൊടുക്കാനുള്ളതെല്ലാം ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ലോൺ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മൾ വീട്ടിലൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറില്ലേ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു. അപ്പോൾ ബിസിനസ്സുകാരും ഇതുപോലെ ബാങ്കിൽ നിന്ന് എന്തെടുക്കാറുണ്ട്, ലോൺ എടുക്കാറുണ്ട്. അങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ അതും തിരിച്ചടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു ലയബിലിറ്റിയാണ്. അതിനുശേഷം പറയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്ത് നിൽക്കുന്ന എക്സ്പെൻസ് അല്ലേ. എന്തിന് പുറത്ത് നിൽക്കുന്നത്? അതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ചെലവുകളാണ്. ഓക്കെ, ഒരു ബിസിനസ്സിന് കുറേ ചിലവുകൾ ഉണ്ടാവും. ആ ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിൽ ചിലവുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് കൊടുത്തിട്ടില്ല എങ്കിൽ, അതായത് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സമയമായിട്ടും നമ്മൾ ആ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. കാരണം എന്താ, സമയമായിട്ടും കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണല്ലേ. അതുകൊണ്ട് തന്നെ അതും ഒരു ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ദെൻ അതിനുശേഷം നമ്മൾ പറയുന്നു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ബിസിനസ്സിന് പല രീതിയിലുള്ള ഇൻകംസ് കിട്ടും. അപ്പോൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടേണ്ട സമയം യഥാർത്ഥത്തിൽ ആയിട്ടില്ല, ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു ഇൻകം ഇപ്പോഴേ ഒരാൾ കൊണ്ട് തരികയാണെങ്കിൽ അതും ഒരു ലയബിലിറ്റി ആണല്ലേ. കാരണം എന്താണ്, ഒന്നുകിൽ ആ പൈസ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം. എന്തായാലും എന്തോ ഒരു സംഭവം കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു ലയബിലിറ്റി ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതൊക്കെ എന്താണ്? ബിസിനസ്സിൻ്റെ ബാധ്യതകൾ അല്ലെങ്കിൽ ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ നേരത്തെ പറയാമെന്ന് പറഞ്ഞതാണ് എന്താണ്, ലയബിലിറ്റീസ് 2 തരത്തിലുണ്ട്, ഷോർട്ട് ടേം ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റിയും. നോക്കാം. നമുക്കറിയാം ഷോർട്ട് ടേം അസറ്റ് നമ്മൾ പഠിച്ചല്ലേ, അതേപോലെ തന്നെ നമ്മൾ ലയബിലിറ്റീസിനെ പറ്റിയിട്ടും ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? 1 വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്ത് തീർക്കേണ്ട ലയബിലിറ്റീസ് ആണ് ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്? 1 വർഷത്തിനുള്ളിൽ ബിസിനസ് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞത്. നോക്കാം. ദിസ് ആർ ദി ലയബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ. എന്താണ്? 1 ഇയറിനുള്ളിൽ ഡ്യൂ ആവുകയും കൊടുക്കുകയും പേയബിളും ആണ് അല്ലേ, പേയബിൾ അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യേണ്ട ലയബിലിറ്റീസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ ലോങ് ടേം ലയബിലിറ്റി എന്തായിരിക്കും? നേരെ തിരിച്ചാലോചിച്ചാൽ പോരെ. എന്താണ്? ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ. എന്താണ്? ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ ഈസ് കോൾഡ് ലോങ് ടേം ലയബിലിറ്റീസ്. എന്താണ്? 1 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ആണ് എങ്കിൽ അത്തരത്തിലുള്ള ലയബിലിറ്റീസിനെ നമുക്ക് എന്തെന്ന് പറയാം? ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ലോണൊക്കെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ബിസിനസ് ഒരു
10 വർഷത്തെ കാലയളവിൽ ഒരു ലോൺ എടുക്കുകയാണ്, മെച്യൂരിറ്റി പീരീഡ് 10 വർഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ലോൺ എന്ന് പറയുന്ന നമ്മുടെ ലൈബിലിറ്റി 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി അല്ലേ. അതുകൊണ്ട് തന്നെ ആ ലോണിനെ നമുക്ക് എന്തെന്ന് പറയാം, ലോങ് ടേം ലൈബിലിറ്റി എന്ന് പറയാം. പക്ഷേ ഷോർട്ട് ടേം ലൈബിലിറ്റി ആണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചാൽ 10 വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതിയോ? അല്ല, ചിലപ്പോൾ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്കെൻഡിൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാനമൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. എന്തായാലും 1 ഇയറിനുള്ളിൽ നമ്മൾ ആ ഒരു ലൈബിലിറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് ടേം എന്നും, മോർ ദാൻ 1 ഇയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടേം നേച്ചർ ആണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ലോങ് ടേം ലൈബിലിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. ലൈബിലിറ്റിയുടെ നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടിജന്റ് ലൈബിലിറ്റി. എന്താണ് കണ്ടിജന്റ് ലൈബിലിറ്റി? കണ്ടിജന്റ് ലൈബിലിറ്റി അതായത് ചില ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഇവൻസിനെ വെച്ചുകൊണ്ട് ചിലപ്പോൾ ലൈബിലിറ്റി ആകും, ചിലപ്പോൾ ലൈബിലിറ്റി ആകില്ല. അതായത് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ദി ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ മഴ വരാതിരിക്കാനും വരാനും സാധ്യതയുണ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ബിസിനസ്സിന് ഇതൊരു ലൈബിലിറ്റി ആകാനും ആകാതിരിക്കാനും സാധ്യതയുള്ള ലൈബിലിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കണ്ടിജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞത്. ഇത് എപ്പോഴും നമുക്കറിയാൻ പറ്റൂ, ഫ്യൂച്ചറിൽ ഒരു ഇവന്റ് നടന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇത് ബിസിനസ്സിന്റെ ലൈബിലിറ്റി ആണോ ലൈബിലിറ്റി അല്ലയോ എന്ന്. അപ്പം നമ്മൾ അതിനെ എന്തെന്ന് പറയും, പ്രസന്റിൽ നമ്മൾ അതിനെ കണ്ടിജന്റ് ലൈബിലിറ്റി എന്നാണ് പറയുന്നത്. നോക്കാം, കണ്ടിജന്റ് ലൈബിലിറ്റീസ് ആർ ദോസ് ലൈബിലിറ്റീസ് വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ഇൻ ദി ഫ്യൂച്ചർ ഡ്യൂ ടു ദി ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് ദി സർട്ടൻ ഇവന്റ്. എന്താണ്, ഒരു സംഭവം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നത് മൂലം നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യുന്ന ലൈബിലിറ്റീസിനെയാണ് കണ്ടിജന്റ് ലൈബിലിറ്റി. അവിടെ ഒരു സ്ഥിരതയില്ല അല്ലേ. ഫ്യൂച്ചറിൽ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇത് ബിസിനസ്സിന്റെ ലൈബിലിറ്റി ആണ് അല്ലെങ്കിൽ ഇത് ബിസിനസ്സിന്റെ ലൈബിലിറ്റി അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കണ്ടിജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഞാൻ ബിസിനസ് നടത്തി, എൻ്റെ ബിസിനസ്സിൽ ഫുഡല്ലേ ഞാൻ കൊടുത്തോണ്ടിരുന്നത്, ഹോട്ടൽ ബിസിനസ് ആയിരുന്നു, ഫുഡ് കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കേസ് വരികയാണ്, എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഫുഡിൽ നിന്ന് എനിക്കൊരു വേസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടി, ഞാൻ കേസ് കൊടുക്കുകയാണ്, അങ്ങനെ പറയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ബിസിനസ്സിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനും അവർക്കെതിരെ തന്നെ കേസ് അടക്കാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ബിസിനസ്സിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. ദെൻ കേസ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പറയാം, ഇൻ കേസ് നമ്മൾ തോറ്റു പോവുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടി വരും അല്ലേ. അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടിനെ ഞാൻ കണ്ടിജന്റ് ലൈബിലിറ്റി എന്നാണ് പറയുന്നത്. ഇൻ കേസ് ആ കേസ് ജയിക്കുകയാണെങ്കിൽ എനിക്ക് ആ ലൈബിലിറ്റി ഇല്ല. അപ്പോൾ അത് കേസിൻ്റെ അവസാനം മാത്രമേ എനിക്ക് മനസ്സിലാവൂ ഇത് ലൈബിലിറ്റി ആവുകയോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ലൈബിലിറ്റിയാണ് നമ്മൾ കണ്ടിജന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആണ് കേസസ് പെൻഡിങ് ഇൻ ദി കോർട്ട് ഓഫ് ലോ. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ. എന്താണ്, നമ്മുടെ ബില്ലൊക്കെ നമ്മൾ കളക്ഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയില്ല ആ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അല്ലേ. അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ല എങ്കിൽ അവിടെ ഒരു ലൈബിലിറ്റി എന്താവുകയാണ്, എറൈസ് ചെയ്യുകയാണ്. ഓക്കെ, അത്തരത്തിൽ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈബിലിറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയുന്നത്. അങ്ങനെയുള്ള ലൈബിലിറ്റീനെ നമുക്ക് എന്തെന്ന് പറയാം, കണ്ടിജന്റ് ലൈബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ലൈബിലിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഷോർട്ട് ടേം ലൈബിലിറ്റി, ലോങ് ടേം ലൈബിലിറ്റി, അതുപോലെ തന്നെ കണ്ടിജന്റ് ലൈബിലിറ്റീസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം റവന്യൂ. എന്താണ് ബിസിനസിന്റെ റവന്യൂ എന്ന് പറയുന്നത്? റവന്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ആർ ദി എമൗണ്ട്സ് ഏൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ. എന്താണ്, എമൗണ്ട് ഏൺഡ് ബൈ ദി ബിസിനസ് കൺസേൺ ത്രൂ ദി സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ്. എന്താണ്, നമ്മൾ ബിസിനസ് നടത്തുകയാണല്ലേ. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ വിറ്റ് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കൊടുത്തതിന് പകരം നമുക്കൊരു എമൗണ്ട് കിട്ടുകയാണ്. അങ്ങനെ ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ബിസിനസിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. എന്താണ്, സാധനങ്ങൾ വിറ്റോ അല്ലെങ്കിൽ സർവീസ് കൊടുത്തിട്ടോ നമ്മുടെ ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ, ബിസിനസ് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, റവന്യൂ എന്ന് പറഞ്ഞത്. ഒരു ബിസിനസ്സിൻ്റെ മെയിൻ റവന്യൂ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് സെയിൽസ് ആയിരിക്കും. എന്താണ് സെയിൽസ്? സാധനങ്ങൾ വിറ്റ് കിട്ടിയ ക്യാഷിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ക്യാഷ്. ഞാനിപ്പോൾ എൻ്റെ ഹോട്ടൽ ബിസിനസ് നടത്തി ഞാനൊരു ബിരിയാണി വിറ്റു അല്ലേ.
ബിരിയാണി ഒരു കസ്റ്റമറിന് കൊടുത്തു, അതിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടി, അതെൻ്റെ ഒരു റവന്യൂ ആണ്. അടുത്ത ആൾ വന്നു, അയാൾക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം കൊടുത്തു, അതിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടി, അതും എൻ്റെ ഒരു റവന്യൂ ആണ്. അതുപോലെ തന്നെ കമ്മീഷൻ, നമ്മൾ വേറെ എന്തെങ്കിലും ബിസിനസ് ആണ് നടത്തുന്നത് എങ്കിൽ കമ്മീഷൻസ് കിട്ടാറുണ്ട് അല്ലേ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏജന്റ് നമുക്ക് കമ്മീഷൻ തരും. അങ്ങനെ ബിസിനസ്സിലേക്ക് കമ്മീഷൻ വരികയാണെങ്കിൽ അത് ബിസിനസ്സിന്റെ ഒരു റവന്യൂ ആണ്. അപ്പോൾ ഇവിടെ റിസീവ്ഡ് ചേർത്തായിരിക്കും വരുന്നത്. ഓക്കെ, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, റോയൽറ്റി റിസീവ്ഡ്, അങ്ങനെ റിസീവ്ഡ് ചേർത്തായിരിക്കും വരുന്നത്. ഇൻട്രസ്റ്റ് റെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, പലിശയോ അല്ലെങ്കിൽ വാടകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻകംസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ്സിന്റെ റവന്യൂ എന്ന് പറയാം. അപ്പോൾ ഇനി റവന്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് റവന്യൂ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, എക്സ്പെൻഡിച്ചർ ആണ്. എന്താണ് എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ ഇസ് ദി എമൗണ്ട് ഓഫ് റിസോഴ്സസ് consumed for the acquisition of asset of long term nature and spending money or incurring a liability for some benefit, service or property received. എന്താണ് പറഞ്ഞത്? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനുണ്ടാവുന്ന ചിലവുകളാണ്. എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും? നമ്മൾ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ, ഇപ്പം ഞാൻ ഈ ഒരു എൻ്റെ ചെയർ ടേബിളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് എമൗണ്ട് ചിലവാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതുപോലെ തന്നെ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലൈബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, അതായത് ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലൈബിലിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൈസ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബിസിനസ്സിനുണ്ടാവുന്ന ചിലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാവുന്ന എക്സ്പെൻസ് വരാം, അല്ലെങ്കിൽ ചിലവുകൾ വരാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന, ബിസിനസ്സിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതിനെ നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. എന്നാൽ അതിനുശേഷം നമ്മൾ പറയുകയാണ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ്, എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, റിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം നേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? ഷോർട്ട് ടേം നേച്ചർ ആയിരിക്കും. റിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമ്മുടെ അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ കാര്യം. റിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസ് ആണ്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? മോർ ദാൻ 1 ഇയർ ആണ്. അപ്പോൾ രണ്ട് എക്സ്പെൻഡിച്ചറിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? റിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ അല്ലെങ്കിൽ ലോങ് ടേം നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറും, നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം നേച്ചറുള്ളതുമാണ്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ആണ് എന്തിൻ്റെയൊക്കെ? ക്യാപിറ്റലിൻ്റെയും റവന്യൂവിൻ്റെയും. കാരണം എന്താണ്? നേച്ചർ നോക്കുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എപ്പോഴാണ്? ലോങ് ടേം നേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ അതെന്തെന്ന് പറയാം? അത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്താണെന്ന് പഠിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. നോക്കാം. ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ഈസ് ടേംഡ് ആസ് എക്സ്പെൻസ്. എന്താണ് ദ കോസ്റ്റ്? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ചിലവുകളാണ് അല്ലേ? ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. എന്താണ്? റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിനുണ്ടാവുന്ന എല്ലാ കോസ്റ്റുകളെയും നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ എന്താണ്? നമുക്കൊരു വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് നടത്തുന്ന എല്ലാ ചെലവുകളെയും നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പെൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ്പെൻസിന്റെ മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻസുകളുടെ മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് എക്സ്പെൻസുകൾ പരിചയപ്പെടാം. ഒരു ബിസിനസ്സിന് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാവാം? സാലറി. എന്താണ് സാലറി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബിസിനസ്സിലുണ്ടാവുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സിനൊക്കെ കൊടുക്കുന്ന ശമ്പളമാണ് സാലറി എന്ന് പറയുന്നത്. ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? മാനേജേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണം. അത് ബിസിനസ്സിന്റെ ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ റെന്റ് എന്ന് പറഞ്ഞാൽ വാടകയാണ്. നമ്മളിപ്പം
സ്വന്തം എന്താണ് ബിൽഡിങ്ങിലാണ് നടത്തുന്നതെങ്കിൽ വാടക കൊടുക്കേണ്ടി വരില്ല. പക്ഷെ നമ്മൾ റെന്റിനെടുത്തൊരു ബിൽഡിങ്ങിലാണ് ബിസിനസ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം? ആ റെന്റൽ ബിൽഡിങ്ങിന് എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. അപ്പോൾ ആ വാടക ബിസിനസ്സിന് എന്തായി? എക്സ്പെൻസായി. അതുപോലെ തന്നെ കമ്മീഷൻ, സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കമ്മീഷൻസ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി പെയ്ഡ്, അതായത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബുക്ക്, പേന, അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഉണ്ടാവത്തില്ലേ? അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയാം. ഇതുപോലെ ബിസിനസ്സിന് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ചിലവുകളെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പെൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു ടേമാണ് ഡ്രോയിങ്സ്. നമുക്ക് സ്ഥിരമായിട്ട് ഇത് വരുന്നതാണ്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് നോക്കിയേ. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്പിൾ മരമില്ലേ? നമ്മുടെ അസറ്റാണ്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? ആ ആപ്പിൾ മരമാണെന്ന് ഇത് വിചാരിക്കുക. ഇത് നമ്മുടെ ഓണർ, ഞാനാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ആപ്പിളും ആപ്പിൾ മരത്തിൽ നിന്നും ഞാൻ തന്നെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഡ്രോയിങ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ്? വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ഓർ ക്യാഷ് ഫ്രം ദ ബിസിനസ് ബൈ ദി ഓണർ. എന്താണ്? ബിസിനസ്സിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ ആര്? ഓണർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പേഴ്സണൽ യൂസ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ഓണർ ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ വിഡ്രോയിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദിസ് എമൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആരുടെ അക്കൗണ്ട് ആയിരുന്നു? ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ആ ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ? ഇനി അദ്ദേഹത്തിന് അത്രയും കൊടുത്താൽ പോരെ? ബിസിനസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 10 ലക്ഷം രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെ ബിസിനസ്സിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു അല്ലേ? ഇനി ബിസിനസ് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 10 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡ്രോയിങ്സ് ആയിട്ടുള്ള 1 ലക്ഷം കുറച്ചതിന് ശേഷം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്തായിരുന്നു? ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സോ ആ ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞത്. ഈ ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ഇഫ് ദ ഗുഡ്സ് ആർ ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ്. എന്താണ്? ക്യാഷ് ആണ് വിഡ്രോ ചെയ്തതെങ്കിൽ ക്യാഷിൽ കുറയും. പക്ഷേ ഗുഡ്സ് ആണ് വിഡ്രോൺ ചെയ്തതെന്ന് വിചാരിക്കുക. ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വാങ്ങിച്ച് വെച്ചിരുന്ന കുറച്ച് അരി, എൻ്റെ ഹോട്ടൽ ബിസിനസ്സിൽ അരിയൊക്കെയല്ലേ ഉള്ളത്. അപ്പോൾ അരിയാണ് അദ്ദേഹം എടുത്തുകൊണ്ട് പോയത് എങ്കിൽ അതെവിടെയാണ് കുറയ്ക്കേണ്ടത്? പർച്ചേസിലും കുറയ്ക്കുക. കാരണം എന്താ? അരി വാങ്ങിച്ചു വെച്ച സമയത്ത് ഞാൻ പർച്ചേസിൽ ആഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി അത് പോയ സമയത്ത് ബിസിനസ്സിൽ അത്രയും സാധനം കുറഞ്ഞു എന്ന് കാണിക്കണം അല്ലേ? അതുകൊണ്ട് തന്നെ അത് പർച്ചേസിൽ ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നത് എങ്കിൽ പർച്ചേസിലും കൂടെ ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻകം ആണ്. എന്താണ് ഇൻകം? വരുമാനമാണ് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഇൻകം എത്രയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കാറില്ലേ? ആനുവൽ ഇൻകം ഒക്കെ. ഓക്കെ, അതുപോലെ നമ്മുടെ ബിസിനസിന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ എയ്തർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റി ഈസ് കോൾഡ് ഇൻകം. എന്താണ് ഇൻകം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി മൂലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് മൂലമോ നമ്മുടെ ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് ഇൻക്രീസ് ആകുന്നു. എന്താണ് ഇൻക്രീസ് ആവുന്നത്? നെറ്റ് വർത്ത് ഇൻക്രീസ് ആകുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറഞ്ഞത്. നമ്മുടെ ബിസിനസ്സിൻ്റെ വരുമാനം കൂടുകയാണ്. എന്തുകൊണ്ട്? ഒരു ബിസിനസ് ആക്ടിവിറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസ് വെച്ചിട്ടോ നമ്മുടെ ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കൂടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബിസിനസ്സിൻ്റെ വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ്? ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇൻകം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് നോക്കാം. പ്രോഫിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭമാണ് അല്ലേ? ഇനി അതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ ഇൻ ദി അക്കൗണ്ടിങ് ഇയർ. എന്താണ്? ഒരു അക്കൗണ്ടിങ് ഇയറിൽ ബിസിനസ്സിൽ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ റവന്യൂ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബിസിനസ്സിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉണ്ട്. ഓക്കെ,
അതേ സമയം തന്നെ ആ ബിസിനസിന്റെ എക്സ്പെൻസ് കുറച്ചുകൂടെ കുറവാണ് അല്ലേ? അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം കൂടുതൽ? റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവുമായിരിക്കണം. ഓക്കെ, എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ്? പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ ഇൻ ദി അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമ്മുടെ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ റവന്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇൻകം ഉണ്ട് എങ്കിൽ അതിനെയാണ്, ആ ഡിഫറൻസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ലോസ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്താണ്? എക്സ്പെൻസ് കൂടുതലും റവന്യൂ കുറവുമാണ് അല്ലേ? എക്സ്പെൻസ്, നമ്മുടെ ബിസിനസ്സിനുണ്ടായ ചെലവുകൾ കൂടുതലും വരുമാനം കുറവുമാണ് എങ്കിൽ ആ വ്യത്യാസത്തെ നമുക്ക് എന്തെന്ന് പറയാം? ലോസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദി ഗ്രോസ് ഡിക്രീസ് ഇൻ ദി അസെറ്റ്. എന്താണ്? അസറ്റിൽ ഉണ്ടാവുന്ന കുറവോ അല്ലെങ്കിൽ ഗ്രോസ് ഇൻക്രീസ് ഇൻ ദ ലൈബിലിറ്റി. എന്താണ്? ലൈബിലിറ്റീസിൽ ഉണ്ടാവുന്ന കൂടുതലോ ആകാം. എന്താണ്? നമ്മുടെ അസറ്റ് ഇങ്ങനെ കുറയുകയോ അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ഇങ്ങനെ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രോസ് ആയിട്ട് വരുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ. എന്താണ്? നമ്മുടെ റവന്യൂവിനേക്കാൾ കൂടുതൽ എന്ത് വന്നു? നമ്മുടെ ബിസിനസ്സിന് ചെലവുകൾ അല്ലെങ്കിൽ എക്സ്പെൻസ് വന്നു. നമ്മുടെ ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരികയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ലോസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പർച്ചേസ് എന്താണെന്ന്. എന്താണ് പർച്ചേസ്? നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയി എന്ന് പറയത്തില്ലേ? ഷോപ്പിങ്ങിന് പോയി പർച്ചേസ് ചെയ്യാൻ പോയി എന്നൊക്കെ പറയത്തില്ലേ? അത് തന്നെയാണ്. എന്താണ്? പർച്ചേസ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് procured by a business both for cash and credit and are meant for resale. എന്താണ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ആണ്. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാശ് കൊടുത്തും വാങ്ങിക്കും, അതുപോലെ തന്നെ കടത്തിനും വാങ്ങിക്കും. എങ്ങനെയായാലും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് എങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് സാധനങ്ങൾ അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പർച്ചേസ് എന്ന് പറഞ്ഞത്. ഇനി ഈ സാധനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്? ബിസിനസ്സിൽ കൊണ്ടുവന്ന് വെറുതെ വെക്കാനാണോ? അല്ല, അത് റീസെയിലിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്, വിൽക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി വിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തന്നെ വാങ്ങിച്ചിട്ട് വിൽക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഏതായാലും നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ പോലെ ഇരിക്കും. എന്തോ ആയാലും പർച്ചേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങളുടെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പർച്ചേസ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച ഗുഡ്സിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് പർച്ചേസ്. പർച്ചേസിൽ എന്ത് വരും? ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. എന്താണ്? ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചാലും കടത്തിന് വാങ്ങിച്ചാലും അത് രണ്ടും എന്ത് തന്നെയാണ്? പർച്ചേസ് തന്നെയാണ്. ഒന്ന് ക്യാഷ് പർച്ചേസും മറ്റേത് ക്രെഡിറ്റ് പർച്ചേസും ആണ്. ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പർച്ചേസ് റിട്ടേൺ. അതായത് റിട്ടേൺ ചെയ്തു. നമ്മൾ ഓൺലൈനൊക്കെ സാധനം വാങ്ങിച്ചിട്ട് റിട്ടേൺ ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കാറില്ലേ? എന്താണ്? നമ്മൾ വാങ്ങിച്ച സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട്, ഡാമേജ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് റിട്ടേൺ കൊടുക്കില്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നടക്കാറുണ്ട്. എന്താണ്? ബിസിനസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ അല്ലെങ്കിൽ ഡാമേജോ ഉണ്ട് എങ്കിൽ ബിസിനസ് അതെന്ത് ചെയ്യും? തിരിച്ച് തന്ന ആൾക്ക്, അതായത് സപ്ലയർക്ക് തിരിച്ചു നൽകും. അങ്ങനെ തിരിച്ചു നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞത്. നോക്കാം, ദ ഗുഡ്സ് പർച്ചേസ്ഡ് മേ ബി റിട്ടേൺഡ് ടു സപ്ലയർ. എന്താണ്? വാങ്ങിച്ച സാധനം ചില സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കും ഇല്ലേ? ആർക്ക്? സപ്ലയർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഡാമേജ് ഓർ ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ദി ഗുഡ്സ്. എന്താണ്? എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലെങ്കിലോ ഒക്കെ വാങ്ങിച്ച സാധനത്തെ നമ്മൾ തിരിച്ചാർക്ക് കൊടുക്കും? സപ്ലയർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന റിട്ടേണിന് പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ. എന്താണ്? പർച്ചേസ് റിട്ടേൺ. വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുത്തു, ഇഷ്ടപ്പെടാൻ കാരണം തിരിച്ചു കൊടുത്തു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് സെയിൽസിനെ പറ്റിയിട്ടൊന്ന് അറിയണം. എന്താണ് സെയിൽസ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സാധനങ്ങൾ
വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിൽക്കുന്നതിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞത്. നോക്കാം, ഇറ്റ് ഈസ് ദി ഇൻകം ഏൺഡ് ഫ്രം ദി സെയിൽ ഓഫ് ഗുഡ്സ്. ഇതൊരു ഇൻകമാണ്. എന്തുവഴി കിട്ടുന്നതാണ്? സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ സെയിൽ എന്ന് പറഞ്ഞത്. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്നു, വിറ്റ് കഴിയുമ്പോൾ എനിക്ക് ക്യാഷ് കിട്ടുന്നില്ലേ? ആ ക്യാഷിനെ എനിക്ക് എന്തെന്ന് പറയാം? സെയിൽസ് എന്ന് പറയാം. ചില സമയം സാധനം വാങ്ങിച്ചിട്ട് കടത്തിനായിരിക്കും വാങ്ങിക്കുന്നത്, പക്ഷെ അതിനെയും എന്തെന്ന് പറയാം? സെയിൽസ് എന്ന് പറയാം. എന്തായാലും എൻ്റെ സാധനം ഞാൻ എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സെയിൽസ് എന്ന് പറഞ്ഞത്. ഇത് ബിസിനസ്സിൻ്റെ ഒരു ഇൻകമാണ്. കാരണം നമുക്ക് ഇങ്ങോട്ടൊരു എമൗണ്ട് കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനൊരു ഇൻകമാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തന്നെ സെയിൽസ് ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ട് അല്ലേ? എന്താണ്? എൻ്റെ ബിസിനസ്സിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി, പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് വിചാരിക്കുക. പിടിച്ചു നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച സാധനം അല്ല കൊടുത്തു വിട്ടേന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും? എൻ്റെ കസ്റ്റമർ തിരിച്ച് എൻ്റെ ബിസിനസ്സിൽ വന്നിട്ട് പറയും, ഈ സാധനം എനിക്കിനി വേണ്ട, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് തിരിച്ചു തരും അല്ലേ? അതുപോലെ ഇപ്പോൾ ഹോട്ടൽ ബിസിനസ്സിൻ്റെ കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ലാത്ത ബിസിനസ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയേ. വാങ്ങിച്ചുകൊണ്ട് പോയ സാധനം കസ്റ്റമർ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഗുഡ്സ് വൺ സോൾഡ് മേ ബി റിട്ടേൺഡ് ബൈ ദി കസ്റ്റമർ. എന്താണ്? ഒരു തവണ വിറ്റ സാധനം കസ്റ്റമർ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ റിട്ടേണിന് നമ്മൾ പറയുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ. എന്താണ്? ഒരു തവണ വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ സാധനം കസ്റ്റമർ തിരിച്ച് നമ്മുടെ ബിസിനസ്സിലേക്ക് അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് തരികയാണെങ്കിൽ ആ റിട്ടേണിന് നമ്മൾ പറയുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമൈൻ അൺസോൾഡ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ വിൽക്കാതെ ഇരിക്കുന്ന സ്റ്റോക്കിനെയാണ്, അല്ലെങ്കിൽ വിൽക്കാതെ ഇരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നോക്കിയേ. നമ്മൾ ആ വർഷം, ഒരു വർഷം നമ്മൾ എത്ര പ്രോഡക്റ്റ് ആണ്? കുറച്ചൊരു 10 പ്രോഡക്റ്റ് വാങ്ങിച്ചു. ഓക്കെ, ഇതൊരു 10 പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു. അതിൽ ഞാൻ ആ ഒരു വർഷത്തിന് എൻഡായപ്പം 6 പ്രോഡക്റ്റ് സെയിൽസ് ചെയ്തു. ഓക്കെ, 10 പ്രോഡക്റ്റ് വാങ്ങിച്ച് എൻ്റെ ബിസിനസ് ഇങ്ങനെ വെച്ചേക്കാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. ആ വർഷത്തിൻ്റെ എൻഡിൽ ഞാൻ 6 ബോക്സ് പ്രോഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു? വിറ്റു. ഇനി എന്താണ്? എൻ്റെ ബിസിനസ്സിലൊരു 4 പ്രോഡക്റ്റ് ഇരിപ്പോ ഇല്ലേ? വിൽക്കാതെ ഇരിപ്പോ ഇല്ലേ? അതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത് അടുത്ത വർഷം എന്ത് ചെയ്യും? അതായത് തൊട്ടടുത്ത ദിവസം അടുത്ത വർഷം ആവുമല്ലോ. അന്നേരം ഞാൻ എന്ത് ചെയ്യും? ഇത് വിൽക്കും ഇല്ലേ? അപ്പോൾ അന്നേരം അതിനെ എന്തെന്ന് പറയും? അടുത്ത വർഷം അതിന് ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ ഞാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു വർഷത്തെ എൻഡിലുള്ള സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും തൊട്ടടുത്ത വർഷം ആ സ്റ്റോക്കിനെ നമ്മൾ എന്തെന്ന് പറയും? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുമാണ് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്ത് വിൽക്കാതെ ഇരിക്കുന്ന സ്റ്റോക്കിനെ, അതിനെയാണ് നമ്മൾ അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ടല്ലോ. അതായത് അവർ വന്നു, സെയിൽ നടത്തി, സാധനങ്ങൾ നമ്മൾ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? അവർ പൈസ തന്നിട്ടില്ല അല്ലേ? സാധനങ്ങൾ വാങ്ങിച്ചു, പക്ഷേ പൈസ തന്നിട്ടില്ല. അങ്ങനെ പൈസ തരാനുള്ള വ്യക്തികളെ, ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോഴാണ് അവിടെ ഒരു ഡെറ്റേഴ്സ് എന്താണ് വരുന്നത് അല്ലേ? സാധനം കടത്തിന് ഞാൻ വിറ്റാലാണ് എനിക്ക് അവിടെ ഒരു ഡെറ്റർ എന്ന് പറയുന്ന ആൾ വരുന്നത് അല്ലേ? അപ്പോൾ അതൊരു കസ്റ്റമർ ആണ്. കസ്റ്റമർ സാധനം വാങ്ങിച്ചിട്ട് പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയാണ് ഞാൻ എന്തെന്ന് പറഞ്ഞത്? ഡെറ്റർ എന്ന് പറഞ്ഞത്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കിയേ? ഹു ഓ മണി ടു ദ ബിസിനസ് ഓർ ദി പേഴ്സൺ ഹു ഓ സംതിങ്. എന്താണ്? നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തോ ഒന്ന് തരാനുള്ള വ്യക്തിയാണ് ഡെറ്റർ. ചിലപ്പം പൈസ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും. എന്തായാലും നമ്മുടെ ബിസിനസ്സിലേക്ക് തരാനുണ്ട്. ഇപ്പോൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പൈസ തരണം, അല്ലെങ്കിൽ അയാൾ ആ സാധനം തിരിച്ചു തരണം അല്ലേ? അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തോ തരാനുള്ള വ്യക്തിയാണ് ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോഴാണ് ഡെറ്റർ രൂപീകരിക്കുന്നത്. ദെൻ ക്രെഡിറ്റർ ആണ് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? നമ്മൾ ചില സമയത്ത് സാധനങ്ങൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിക്കും എന്ന് പറഞ്ഞില്ലേ? അതായത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കടത്തിന് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആ സപ്ലയറെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ക്രെഡിറ്റർ. അപ്പോൾ ബിസിനസ് എന്താണ്? ക്രെഡിറ്ററോട് ലയബിൾ ആണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് നോക്കൂ, ഹു ഹാവ് ക്ലെയിം ഫോർ മണി എഗനസ്റ്റ് ദി ബിസിനസ്. അതായത് ബിസിനസ്സിൽ നിന്ന് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടല്ലേ, അയാൾക്ക് അതിനകത്തൊരു ക്ലെയിം ഉണ്ട്, അയാൾക്ക് കിട്ടാനുണ്ട്, നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ നമ്മുടെ സപ്ലയർ ആണ് ആരായിട്ട് വരുന്നത്? ക്രെഡിറ്റർ ആയിട്ട് വരുന്നത്. നമ്മളവിടെ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് ക്രെഡിറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ള ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഒരു പേരായിരിക്കും പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ബാക്കി പറയുന്ന പോർഷൻ മനസ്സിലാകൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.